അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾക്ക് മൈ വി സ്റ്റോറിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ നമ്മളുടെ വിശ്വസ്ത മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് പാർട്ട്ണർമാരിൽ ഒരാളായ ഷിബു സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഷിബു സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, പ്ലീസ് ഓൺ സ്ക്രീൻ. താങ്ക് യു തോമസ് സാറേ. ഒരിക്കൽ കൂടി മറ്റൊരു സൂമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമുക്കിന്ന് അറിയാവുന്ന പോലെ തന്നെ ഇന്ന് അല്പം പ്രത്യേകതകൾ നിറഞ്ഞ ദിവസമാണ്. കുറച്ച് ആകാംക്ഷയും അതുപോലെ തന്നെ എന്താ പറയുക, കുറച്ച് ആലസ്യവും ഒക്കെ ഒരുമിച്ച് ചേർന്ന ഒരു ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം. തിരക്ക് പിടിച്ച ദിവസങ്ങൾ ആയിരുന്നു പലർക്കും, എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ ഒരു സംരംഭത്തിന്റെ മുൻപിൽ നമ്മുടെ തിരക്കുകളൊക്കെ നമ്മൾ മാറ്റിവെച്ചു. അതുകൊണ്ട് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നമ്മുടെ രണ്ടാമത്തെ പ്രോജക്റ്റ് ഇന്ന് ലോഞ്ച് ചെയ്യാണ്. 1 വർഷം ആകാത്ത ഒരു കമ്പനി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. 1 വർഷത്തിന് മുൻപേ രണ്ടാമത്തെ പ്രൊജക്റ്റിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര ഒരു കാര്യമല്ല. നമ്മുടെ ആദ്യത്തെ പ്രൊജക്റ്റ് വളരെ മനോഹരമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ പ്രൊജക്റ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ വിശദാംശങ്ങളും എന്താണ് കമ്പനി എന്നും എന്താണ് പ്രൊജക്റ്റ് എന്നും ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ബെറ്റർ നമ്മൾ പ്രസൻറ്റേഷനിലൂടെ തന്നെ മുന്നോട്ട് പോകാം. ഒരു പവർ പോയിന്റിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് എല്ലാവർക്കും മനസ്സിലാക്കുകയും ചെയ്യും. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. സ്ക്രീന് കാണാനല്ലോ തോമസ് സാറേ? കാണാം സാറേ, കാണാം. യെസ്, താങ്ക് യു. വിശ്വസ്ത മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു പ്രത്യേക വിഷനോട് കൂടി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും ടൈം ഫ്രീഡത്തിലേക്കും ഒക്കെ എത്തിക്കുക എന്ന ഒരു വലിയൊരു ആശയത്തെ മുൻനിർത്തി തുടങ്ങിയിരിക്കുന്ന ഒരു കമ്പനിയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. എന്നോട് ഒത്തിരിയേറെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് ഇന്ന് പോകുന്നില്ല. വിഷൻ നിങ്ങളുടെ മുൻപിലുണ്ട്. വളരെ വലിയൊരു വിഷനുമായിട്ടാണ് നമ്മൾ മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. ഒരു ഗ്ലോബൽ ലീഡറായി മാറുക. നമ്മുടെ കൂടെയുള്ള ഓരോ ഇൻഡിവിജ്വൽസിനെയും അവരുടെ ലൈഫ് മാറ്റിമറിച്ചുകൊണ്ട് പുതിയ ഇന്നൊവേറ്റീവായ ഐഡിയകളിലൂടെയും ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലൂടെയും കടത്തിക്കൊണ്ടുവന്ന് ലോകത്തിലെ തന്നെ ഒരു ഏറ്റവും വലിയൊരു കമ്പനിയായി മാറുക എന്നുള്ളതാണ് നമ്മുടെ വിഷനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒപ്പം നമ്മുടെ മിഷൻ അതുപോലെ തന്നെ നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ലാത്ത ഒരാളായിക്കോട്ടെ, ബിസിനസ്സിനെ പറ്റി നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടോ, ആ സ്വപ്നം ഫുൾഫിൽ ചെയ്യാനായിട്ട് നിങ്ങൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളെ ഒരു ബിസിനസ്സുകാരനായി മാറ്റുക അല്ലെങ്കിൽ ബിസിനസ്സുകാരിയായി മാറ്റുക എന്നുള്ളതാണ് നമ്മളൊരു ദൗത്യമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ മുൻപിലുള്ളതെന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ എത്തിക്കണമെങ്കിലും വലിയൊരു കമ്പനിയായിട്ട് മാറണമെങ്കിലും ഒക്കെ അതിന് തുടക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് തുടക്കത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആകുമ്പം അതിന് കുറച്ച് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മൾ സർട്ടിഫിക്കേഷൻസ് ആണ് നിങ്ങളുടെ മുൻപിലേക്ക് ഞാനിപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യമേ നമ്മൾ കാണിച്ചപ്പോൾ നമുക്ക് വളരെ ചുരുങ്ങിയ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് നമ്മുടെ മുൻപിലേക്ക് പടിപടിയായി ഓരോ സർട്ടിഫിക്കേഷൻസിലും എടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് കാണാം, ഓരോ രീതിയിലുള്ള സർട്ടിഫിക്കേഷനിലൂടെയാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, വീണ്ടും നമ്മുടെ GSTയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ എന്തെല്ലാം ഡോക്യുമെന്റ്സ് വേണോ ആ ഡോക്യുമെന്റ്സ് എല്ലാമായിട്ടാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്.
ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമ്മളൊന്ന് പതിയൊന്ന് തിരിഞ്ഞു നോക്കിയാൽ 2024 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് ഡൽഹിയിലാണ്, എങ്കിലും വേൾഡ് വൈഡ് ഓപ്പറേഷൻസ് നമുക്കുണ്ട്. നമ്മളൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്, ഒരു ഇ കൊമേഴ്സ് കമ്പനിയാണ്, സെയിം ടൈം മൾട്ടി വെൻഡർ കമ്പനി കൂടിയാണ്. ഒപ്പം നമ്മോടൊപ്പം ഫ്രാഞ്ചൈസികളുണ്ട്. അതിലെല്ലാം ഉപരിയായി ഒരു പ്രൊജക്റ്റ് ബേസ്ഡ് കമ്പനി ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ കമ്പനിയിലേക്ക് കടന്നു വരിക, അല്ലെ എങ്ങനെയാണ് ഈ കമ്പനിയിൽ ബിസിനസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 3 തലങ്ങളിൽ അല്ലെ 3 സ്റ്റെപ്പുകളിലായിട്ട് വേണമെങ്കിൽ പറയാം. 1 രജിസ്ട്രേഷൻ, 2 ആക്ടിവേഷൻ, 3 ക്വാളിഫിക്കേഷൻ. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 തരത്തിലുള്ള മാർക്കറ്റിംഗ് പ്ലാനുകളാണ് നമുക്കിവിടെ ഉള്ളത്. 1 എൻട്രി പ്ലാൻ, 2 പ്രിവിലേജ് ഇൻകം പ്ലാൻ. എന്താണ് എൻട്രി പ്ലാൻ? നമ്മളൊരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പേര്, ഇമെയിൽ ഐ ഡി, അഡ്രസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് 1 രൂപ പോലും മുടക്കാതെ തികച്ചും ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു രജിസ്ട്രേഷനാണ് എൻട്രി പ്ലാൻ എന്ന് പറയുന്നത്. എന്നാൽ പ്രിവിലേജ് ഇൻകം പ്ലാൻ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നമ്മൾ ചെറിയൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അവിടെ മുതൽ നമുക്ക് ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വരും. ഇതിന് 2 പാക്കേജുകളാണ്, ഒന്ന് ബേസിക് പാക്കേജും മറ്റൊന്ന് പ്രീമിയം പാക്കേജും. ബേസിക് പാക്കേജ് എന്ന് പറഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 1000 1200 രൂപ നൽകി ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഈ കമ്പനിയിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് വെറുതെ വയ്ക്കാനുള്ളതല്ല, മറിച്ച് നിങ്ങൾക്ക് ഉപയോഗിച്ച് അത് നല്ലതാണെന്ന് ഉറപ്പ് വരുത്തി നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകളാണ് നമുക്കുള്ളത്. അവിടെ 1000 1200 രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കുന്നു. അങ്ങനെ നിങ്ങൾ ബേസിക് പാക്കേജിൽ നിങ്ങളൊരു അംഗമായി മാറുന്നു. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻകം കൂടുതൽ വരണം, അപ്പം നിങ്ങൾ പ്രീമിയം പാക്കേജിലേക്ക് വരണം. അവിടെ 10,000 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള നിരവധിയായ പ്രോഡക്റ്റുകളുണ്ട്. ആ പ്രോഡക്റ്റുകൾ വൺ ടൈം ഒരിക്കൽ മാത്രം നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാം. അങ്ങനെ കടന്നു വരുമ്പോൾ ഈ രീതിയിലുള്ള പ്രൊഡക്റ്റുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ബേസിക് പാക്കേജിൽ 1200 രൂപ നൽകുമ്പോൾ മെഹഫിഷ് എന്നൊരു ബ്രാൻഡിൽ ഒരു 1-ാം തരം പെർഫ്യൂം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഈ പെർഫ്യൂം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏകദേശം കമ്പനി അവർ പറയുന്നത് ഏകദേശം ഒരു 8 മണിക്കൂറോളം അത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നു പറയും. എന്നാൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് 10-12 മണിക്കൂറോളൊക്കെ അത് വളരെ നല്ല രീതിയിൽ നമുക്കതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതായിട്ട് നമ്മൾ യൂസ് ചെയ്ത ആൾക്കാർ നമുക്ക് റിപ്ലൈ തരുന്നുണ്ട്. അപ്പം നല്ല ഒരു ആക്ടിവേഷൻ പ്രോഡക്റ്റ്, ഒരു നല്ല പെർഫ്യൂം വാങ്ങിക്കൊണ്ട് നമുക്ക് ഈ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് പെർഫ്യൂം വേണ്ട, നമ്മൾ പുതിയതായിട്ട് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു പല ടൈപ്പിലുള്ള സാരികളുണ്ട്. ലേഡീസിന് വേണ്ടിയുള്ള സാരികൾ, അത് വിത്ത് ബ്ലൗസ് പീസോട് കൂടി പല ടൈപ്പിലുള്ളത്, പല മെറ്റീരിയലുകൾ നമുക്കവിടെ ഉണ്ട്. അതും നമുക്ക് കിട്ടുന്നത് 1200 രൂപയ്ക്കാണ്. അപ്പോൾ 1200 രൂപ നൽകി നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്കോ നിങ്ങളുടെ പെങ്ങൾക്കോ നിങ്ങളുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും നിങ്ങൾ ഒരു സാരി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ കടന്നു വരുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ്. ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ്. എവിടെ കിട്ടും ഇങ്ങനൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി? നിങ്ങൾക്ക് ആവശ്യമായ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അത് നിങ്ങളുടെ മൂലധനമായി മാറുന്ന ഒരു സിസ്റ്റമാണ് വിശ്വസ്ത മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിലൂടെ നമ്മൾ നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇനി ഇതാണ് ബേസിക് പാക്കേജിലെ പ്രൊഡക്റ്റുകൾ. ഇനി നമ്മൾ പ്രീമിയം പാക്കേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ DQൻ്റെ ബാനറിലുള്ളൊരു ഒരു വാച്ചുണ്ട്. അതിൻ്റെ വില 10,000 രൂപയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ജപ്പാൻ മൂവ്മെൻ്റ് ആണ്, ലെതർ സ്ട്രാപ്പാണ്, ടഫ് ആൻഡ് ഗ്ലാസ് ആണ്. അങ്ങനെ കുറേ പ്രത്യേകതകളുള്ള വാച്ചുകളാണിത്. ഇനി നിങ്ങൾക്കത് വേണ്ടെങ്കിൽ നിങ്ങളൊരു ഹോളിഡേ പാക്കേജ് നമുക്ക് കിട്ടും. നമുക്കിപ്പോൾ എടുക്കുന്ന പാക്കേജുകൾക്ക് ഇതൊരു വാഗമണിലാണ് ഈ ഒരു പാക്കേജ് ഉള്ളത്. നേരത്തെ നമ്മൾ 2 ആളുകൾക്കാണ് അവിടെ കൊടുത്തത്. എന്നാൽ ഇന്ന് നമ്മൾ 2+2 എന്ന രീതിയിലേക്ക് നമ്മൾ വരികയാണ്. നമ്മുടെ ഒരു പ്രൊമോഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. വെക്കേഷൻ ടൈമാണ്, ഇയർ എൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ പ്രൊമോഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 2+2 എന്ന രീതിയിൽ 4 പേർക്ക് അവിടെ 2 ദിവസം പോയി താമസിക്കാം. 4 പേർക്ക് 2 ദിവസം പോയി താമസിക്കാം. ആലോചിച്ച് നോക്കി. അപ്പോൾ 4 8 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം വെറും 10,000 രൂപയിലൂടെ. ഇത് ഇൻക്ലൂഡിങ് GST ആട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1000 രൂപ പോലും വരുന്നില്ല ഒരാൾക്ക് 2 ദിവസം താമസിക്കാൻ. നമുക്കറിയാം, ഏതെങ്കിലും ഒരാൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ ഒരു റൂം എടുക്കുന്നുണ്ടെങ്കിൽ, ഒരു അത്യാവശ്യം നല്ലൊരു റൂമാണെങ്കിൽ ഒരു 4,000 രൂപ അല്ലെങ്കിൽ 3,500 രൂപ 4,000 രൂപയെങ്കിലും വരും അല്ലേ?
എന്നാൽ ഇവിടെ ഒരു നല്ല ഹൈ ക്ലാസ് ഒരു റിസോർട്ടാണ് നമ്മുടെ. ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പ്രീമിയം റിസോർട്ടിലേക്ക് നിങ്ങൾ വരുമ്പോൾ വെറും 1000 രൂപയ്ക്ക് 2 ദിവസം താമസിക്കാമെന്ന് ആലോചിച്ച് നോക്കി എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു പാക്കേജ് നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ഈ പാക്കേജ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പാക്കേജ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതിനുശേഷം നിങ്ങൾ ശേഷം തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നൊരു ഇൻകം കൂടി ലഭിക്കുന്നുണ്ട്. വെറുതെ നിങ്ങളൊരു ഹോട്ടൽ റൂം എടുത്ത് അവിടെ താമസിച്ച് തിരിച്ചു വരിക എന്നൊരു അവസ്ഥയല്ല, മറിച്ച് നിങ്ങൾക്ക് അവിടെ നിന്ന് വീണ്ടും ഒരു ഇൻകം കൂടി ജനറേറ്റ് ചെയ്യുന്നു. എന്താണെന്നുള്ളത് ഞാൻ പതിയെ പറയാം. വീട്ടിൽ നമ്മൾ മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഒരു ഒന്നാന്തരം ജെനുവിൻ ലെതർ ബാഗാണ്. 12,000 രൂപയായിരുന്നു നമ്മളത് കൊടുത്തിരുന്നാൽ കുറച്ച് ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രൊമോഷൻ ഇട്ടിട്ടുണ്ട്. 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇന്ന് ഈ ബാഗ് വാങ്ങിക്കാം. ഓക്കെ, അത് ലേഡീസിൻ്റെ ബാഗാണ്. സെയിം മെറ്റീരിയലുമായിട്ട് നമുക്ക് ജെൻസ് ഒരു ലാപ്ടോപ്പ് ബാഗുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതും നമുക്കിന്ന് 10,000 രൂപയ്ക്ക് നമുക്കിന്ന് അവൈലബിൾ ആണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ആ ആക്ടിവേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് നിങ്ങൾ കിടക്കും. അവിടെ നിന്ന് നിങ്ങളുടെ ഇൻകം സ്റ്റാർട്ട് ചെയ്യും. അവിടെ 3 തരത്തിലുള്ള ഇൻകമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് സെൽഫ് പർച്ചേസ് ഇൻസെൻറ്റീവ്, റീപർച്ചേസ്, പവർ ഇൻസെൻറ്റീവ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. സെൽഫ് പർച്ചേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഷോപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഓൺലൈൻ സൈറ്റ് ഉണ്ട്, നമ്മൾ ഇന്ന് തുടങ്ങിയ ഒരു സൈറ്റ് ഉണ്ട്, ആ സൈറ്റിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കമ്പനിക്ക് ലഭിക്കുന്ന ലാഭത്തിൻ്റെ 20% കമ്പനി വീണ്ടും നിങ്ങൾക്കൊരു പ്രൊമോഷൻ രീതിയിൽ തിരിച്ചു തരിക. മനസ്സിലായോ? അപ്പോൾ നിങ്ങളൊരു 1000 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് അതിൻ്റെ കമ്പനിക്ക് കിട്ടുന്ന ലാഭവിഹിതത്തിൻ്റെ ഒരു ലാഭം കമ്പനി എടുത്തിട്ട് അതിൻ്റെ ഒരു 20% നിങ്ങൾക്ക് കമ്പനി വീണ്ടും തിരിച്ചു തരും. ഇതാണ് സെൽഫ് പർച്ചേസ് ഇൻകം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ഇത് തന്നെ റീപർച്ചേസിലേക്ക് നമുക്ക് പോകും. റീപർച്ചേസിലേക്ക് പോകുമ്പോൾ 12 ലെവലുകളിലായി 30%, അതായത് കമ്പനിക്ക് ലഭിക്കുന്ന ലാഭത്തിൻ്റെ 20% നമുക്ക് തന്നു, 30% കമ്പനി വീണ്ടും നമ്മുടെ ടീമിലേക്ക്, നമ്മളെ ആരാണോ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നത് അവർക്കും അവരെ ആരാണോ ബിസിനസ്സിൽ കൊണ്ടുവന്നത്, അങ്ങനെ 10 ലെവലുകളിലായി 12%, 5%, 3%, 3%, 2, 1, 0.5 എന്ന രീതിയിൽ 10 രീതിയിൽ മാത്രം കമ്പനി അവർക്ക് ഒരു ഇൻസെൻറ്റീവ് എന്ന രീതിയിൽ കമ്പനി കൊടുക്കുന്നു. ഇതാണ് റീപർച്ചേസ് ഇൻകം. ഇനി എങ്ങനെയാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ പകുതി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ, ഇതിലുള്ള ഒരു സുബിയുണ്ട് അല്ലേ? സുബി മാഡം എന്താണ് ചെയ്യുന്നത്? ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നു. അതിനുശേഷം ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ കമ്പനിക്ക് 100 രൂപ ലാഭം കിട്ടിയെന്ന് കരുതട്ടെ. ആ സുബി മാഡത്തിൻ്റെ പർച്ചേസിലൂടെ വിശ്വസ്തയ്ക്ക് 100 രൂപ ലാഭം കിട്ടി. അപ്പോൾ അതിൽ 10% ആരാണോ ഈ ഷോപ്പുകൾ കൊണ്ടുവന്നത്, അത് ആർക്കുമാകാം, വിശ്വസ്തയിലുള്ള ആർക്കും ഈ ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് മാറാം. അയാളുടെ ഒരു പഞ്ചായത്ത് നിങ്ങൾ ഫ്രാഞ്ചൈസി ആയിട്ട് എടുക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരു വരുമാനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, വേറെ ആരും ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നിങ്ങളുടെ ഒരു പഞ്ചായത്തിലേക്ക് പണ്ട് ഇന്നസെന്റ് പറഞ്ഞ പോലെ തോന്നക്കൽ പഞ്ചായത്ത് നിങ്ങൾ എടുത്തു എന്ന് കരുതുക അല്ലേ? തോന്നക്കൽ പഞ്ചായത്തിൽ അരി പറക്കിയ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ തോന്നക്കൽ പഞ്ചായത്തിൻ്റെ ഫ്രാഞ്ചൈസി ആയി മാറിയാൽ ആ പഞ്ചായത്തിൽ നിന്ന് ആരെല്ലാം പർച്ചേസ് ചെയ്തോ അല്ലെങ്കിൽ ആരെല്ലാം ഓൺലൈനായിട്ട് പോയോ, ആരെല്ലാം ആ പഞ്ചായത്തിൽ നിന്ന് ഈ ഷോപ്പുകളിൽ നിന്ന്, അത് ഹോട്ടലാകാം, ബേക്കറി ആകാം, പച്ചക്കറി കടയാകാം, മീറ്റ് ഷോപ്പ് ആകാം, പലചരക്ക് കടയാകാം, എന്തുമാകാം, ആ ഷോപ്പുകളിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്താൽ, അത് നിങ്ങൾ വഴി പറഞ്ഞ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ കണ്ടിട്ട് പോലില്ലാത്ത ഒരാൾക്കാരായിരിക്കും, പക്ഷേ നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ ഒരു സെയിൽ നടന്നാൽ ആ സെയിലിൻ്റെ 10% നിങ്ങൾക്ക് കിട്ടും. അത് ലൈഫ് ലോങ് കിട്ടുന്നൊരു ഇൻകമാണ്. മനസ്സിലായോ? അതിനുവേണ്ടി നിങ്ങൾ ആരെയും ക്യാൻവാസ് ചെയ്യാൻ പോകണ്ട. നിങ്ങളോട് നിന്ന് ബിസിനസ് ചെയ്യാൻ ആ പഞ്ചായത്തിൽ നിന്ന് ആരെല്ലാം ഈ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നോ, അതായത് അവരുടെ വീടുകളിലേക്ക് ഉപ്പും മുളകും വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബ്രെഡ് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു വരുമാനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞേ, തീരെ ചെറുതല്ല, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നൊരു വരുമാനമാണത്. വീണ്ടും 20% ഈ വാങ്ങിക്കുന്ന ആളിൽ തന്നെ അതിന് 20% കിട്ടും. വീണ്ടും 30% ഉണ്ട്, ആരൊക്കെയാണോ ആ ടീമിലുള്ളവർക്ക് അതിൻ്റെ കിട്ടും. അങ്ങനെ ടോട്ടൽ 60%. ബാക്കിയുള്ള 40% മാത്രമേ കമ്പനി എടുക്കുന്നുള്ളൂ. ഇവിടെ മറ്റേത് കമ്പനികൾ നിങ്ങൾ നോക്കിയാലും 90% ലാഭം കമ്പനിയും 10% ബാക്കിയുള്ള ആളുകളിലേക്ക് കൊടുക്കും. എന്നാൽ ഇവിടെ വെറും 40% മാത്രം കമ്പനി കൊടുക്കുന്നു. അതിൽ നിന്നും കമ്പനി വീണ്ടും ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. ബാക്കി 60% ആളുകളിലേക്ക് കമ്പനി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ആ ഒരു സിസ്റ്റം. ഇനിയും ആയിട്ടില്ല. ഏറ്റവും പവർഫുൾ ആയ ഒരു ഇൻകമാണ്
പവർ ഇൻസെൻറ്റീവ്. ഇതിനെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: സ്പെഷ്യൽ ഇൻസെൻറ്റീവ്, ഡയറക്റ്റ് റെഫറൽ ഇൻസെൻറ്റീവ്, ലെവൽ ഇൻസെൻറ്റീവ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വാഗമണ്ണിൽ ഒരു റിസോർട്ട് ബുക്ക് ചെയ്ത് അവിടെ പോയി 2 ദിവസം താമസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി നിങ്ങൾ അവിടെ താമസിക്കുന്നു. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നിങ്ങൾ തിരിച്ചു വീട്ടിൽ വരുന്നു. അങ്ങനെ നിങ്ങൾ തിരിച്ചു വീട്ടിൽ വരുമ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ 1% കമ്പനി ലാഭമാണെങ്കിൽ 1% 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി ഇട്ട് തരും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഈ ബിസിനസ് ഒരാളോട് പോലും പറയണ്ട. നിങ്ങൾ വാഗമണ്ണിൽ പോയെന്ന് പോലും വേറെ ആരും അറിയണ്ട. പക്ഷേ കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഇൻസെൻറ്റീവ് എന്ന രീതിയിൽ കമ്പനി മാറ്റിവെച്ച് നിങ്ങൾക്ക് കമ്പനി തന്നുകൊണ്ടിരിക്കും. നല്ല പരിപാടിയല്ലേ? ഇതാണ് ഈ കമ്പനിയുടെ ബിസിനസ്. അപ്പം നിങ്ങൾ എത്ര പ്രാവശ്യം അവിടെ പോയോ? നിങ്ങൾ 2, 3, 4 പ്രാവശ്യം അവിടെ പോയി. നിങ്ങൾ ഓരോ പ്രാവശ്യം ഒരു പാക്കേജ് എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഓരോ പ്രാവശ്യം പാക്കേജ് എടുത്ത് പോകുമ്പോഴും ഈ പറഞ്ഞ ഇൻസെൻറ്റീവ് നിങ്ങൾക്ക് ആ ഓരോ പ്രാവശ്യം പോയതിന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് ഒരു പ്രാവശ്യമല്ല കേട്ടോ, 2 പ്രാവശ്യമല്ല കേട്ടോ, എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, വീണ്ടും നിങ്ങൾ അവിടെ പോയി, നല്ലതാണ്, നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ അവിടെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിനാണ് ഡയറക്റ്റ് റെഫറൽ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെ 500 രൂപ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ലഭിക്കും. ഇനി ഒരു വാച്ച് നിങ്ങൾ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു ബാഗ് നിങ്ങൾ വാങ്ങിച്ചു, അല്ലെങ്കിൽ നിങ്ങളൊരു സ്പ്രേ വാങ്ങിച്ചു, ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ സ്പ്രേ കണ്ടിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലെ വാച്ച് കണ്ടിട്ടോ, നിങ്ങളുടെ ഫ്രണ്ടോ നിങ്ങളുടെ റിലേറ്റീവ് ആരെങ്കിലും ഒക്കെ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കെയർ ഓഫിൽ ഡയറക്റ്റ് റെഫറൽ എന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഇൻകം ലഭിക്കും. അത് 1 ടൈം കിട്ടുന്ന ഇൻകമാണ്. അത് ബേസിക്കൽ 50 രൂപയും പ്രീമിയത്തിലേക്ക് വരുമ്പോൾ 500 രൂപയാവും. ഇനി ലെവൽ ഇൻകം നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ ഒരാളോട് ഈ ബിസിനസിനെ പറ്റി പറഞ്ഞു, അവർ വേറെ ആരോടെങ്കിലും ബിസിനസ് പറഞ്ഞാൽ അവരും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ, ഇതാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, അവരും ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ മതി. അത് ബേസിക്കലായിക്കോട്ടെ, സാരി ആയിക്കൊള്ളട്ടെ, വാഗമൺ പാക്കേജ് ആയിക്കൊള്ളട്ടെ, ബാഗ് ആയിക്കോട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, അവർ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 50 ലെവലുകളിലായി നമുക്കൊരു ഇൻകം ലഭിക്കുന്നു. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ആ ലഭിക്കുന്ന ഇൻകം ഇങ്ങനെയാണ്. പ്രീമിയം പാക്കേജ് 750 രൂപ മുതൽ തുടങ്ങും. 750, 500, 200 ഇങ്ങനെ 50 ലെവലിലേക്ക് ഇത് പോകും. എന്നാൽ അത് ബേസിക് പാക്കേജിലേക്ക് വരുമ്പോൾ 75, 50, 20 എന്ന് പറഞ്ഞുകൊണ്ട് അതും 50 ലെവലുകളിലേക്ക് ഇങ്ങനെ പോകും. അങ്ങനെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇൻകം കൂടെ നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ കമ്പനി ഒരു റാങ്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നു, അതിനുശേഷം നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ ബിസിനസ് പറഞ്ഞു, അങ്ങനെ ആരെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ കമ്പനി അതിനെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലൂടെ റാങ്കിങ് എന്ന സിസ്റ്റത്തിലേക്ക് വരും. അങ്ങനെ ഗോൾഡ്, പ്ലാറ്റിനം, ഇങ്ങനെ 12 റാങ്കുകളുണ്ട്. ഇത് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും അല്ല കേട്ടോ, കാരണം അവിടെ 4, 5, 2 ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം. ഞാൻ എനിക്ക് ഒത്തിരി ഡീറ്റെയിലേക്ക് പോകുന്നില്ല. 3ഉം 2 പേരൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കവിടെ ആ റാങ്കുകളിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് വരും. അങ്ങനെ 12 റാങ്കുകൾ കമ്പനിയോട് വയ്ക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കുറേയേറെ ആളുകൾ റാങ്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാ മാസവും റാങ്ക് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞൊരു ഇൻകം അവർക്ക് ലഭിക്കുന്നുണ്ട്. 12ാമത്തെ റാങ്കിലേക്ക് വരുമ്പോൾ ഈ ലഭിക്കുന്ന ഇൻകങ്ങൾ കൂടാതെ 0.1% സ്പെഷ്യൽ ഇൻസെൻറ്റീവായിട്ട് അടുത്ത 10 വർഷത്തേക്ക് അവർക്ക് ലഭിക്കുകയാണ്. കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ എന്ന രീതിയിൽ അവർക്ക് അതിനകത്തുനിന്നും ഒരു ഇൻകം കൂടി അവിടുന്ന് കമ്പനിയിൽ ലഭിക്കുന്നുണ്ട്. അതിങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. കമ്പനി കിട്ടുന്ന ലാഭവിഹിതത്തിൽ നിന്ന് ഒരു നിശ്ചിത സംഖ്യ കമ്പനി മാറ്റിവെക്കും. എന്നിട്ട് ഓരോ റാങ്കിലേക്കും കമ്പനി കിട്ടുന്ന ലാഭവിഹിതത്തിൽ നിന്ന്, കമ്പനി കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് വിറ്റ് വരുമ്പോൾ കമ്പനിക്ക് ലഭിക്കുന്ന ലാഭത്തിൽ നിന്ന് അവിടുന്ന് GST പേ ചെയ്യുന്നുണ്ട്, TDS പേ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പേ ചെയ്തതിന് ശേഷം കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു നിശ്ചിത സംഖ്യ മാറ്റിവെച്ച് ഇങ്ങനെ ഓരോ റാങ്കുകളിലേക്കും കമ്പനി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ റാങ്ക് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. ഇനി 10,000ൻ്റെ പാക്കേജിൽ മാത്രമല്ല, നമുക്ക് ബേസിക്കിലേക്ക് വരുമ്പം 1200 രൂപ നൽകി ഒരാൾ ഈ ബിസിനസ്സിലേക്ക് വന്നും അവർക്കും നമുക്കിവിടെ റാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. 10 ജോയിനിങ്ങുകൾ, നിങ്ങളുടെ കെയർ ഓഫിൽ 10 പേര് സാരി വാങ്ങിച്ചു എന്ന് കരുതട്ടെ, അല്ലെങ്കിൽ 10 പേര് പെർഫ്യൂം വാങ്ങിച്ചെന്ന് കരുതട്ടെ, ഇനി രണ്ടുകൂടെ മിക്സ് ആയിക്കോട്ടെ, ഒരു 4 പേര് പെർഫ്യൂമും 6 പേര് സാരിയും വാങ്ങിച്ചെന്ന് കേൾക്കട്ടെ, ആരും ആയിക്കോട്ടെ, 10 ജോയിനിങ് നിങ്ങളുടെ കെയർ ഓഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാർ എന്ന റാങ്കിലേക്ക് നിങ്ങൾ വരും. ഇനി അതുപോലെ തന്നെ ഇതൊക്കെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതുപോലെ തന്നെ ഈ 10 പേരും അവരവരുടെ 10 സെയിലിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ 2 സ്റ്റാർ എന്ന റാങ്കിലേക്ക് നിങ്ങൾ വരും. വീണ്ടും ഈ 2 സ്റ്റാർ 10 2 സ്റ്റാർ നിങ്ങളിലേക്ക് വരുമ്പം നിങ്ങൾക്ക് 3 സ്റ്റാർ എന്ന സംഖ്യയിലേക്ക് അല്ലെങ്കിൽ റാങ്കിൽ നിങ്ങൾ മാറാൻ പറ്റും. ബിലീവ് മീ, ഈ ഒരു റാങ്കിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ, ഈ 3ാമത്തെ റാങ്കിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയൊരു വരുമാനം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നുള്ളത് ഉറപ്പാണ്. വീണ്ടും കഴിഞ്ഞിട്ടില്ല, 4 സ്റ്റാർ ഉണ്ട്, 5 സ്റ്റാർ ഉണ്ട്. വളരെ നല്ല രീതിയിലുള്ള ഇൻകം നമുക്കിന്ന് നിലവിൽ ഇന്ന്
നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ മാത്രമേ ഉള്ളൂ, സ്റ്റാർ റാങ്കിൽ മാത്രമേ ആളുകളായിട്ടുള്ളൂ. ഇതുവരെ 2 സ്റ്റാറിലേക്ക് എത്തിയിട്ടില്ല. അപ്പം 2 സ്റ്റാറിലേക്ക് ഒരാൾ വരുമ്പോൾ ഈ വരുന്ന വരുമാനമെല്ലാം അവർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഓരോ ജോയിനിങ് വരുമ്പോഴും ശ്രദ്ധിക്കണം, ഓരോ ജോയിനിങ് വരുമ്പോഴും ഇതുപോലെ തന്നെ കമ്പനിക്ക് ലാഭം കിട്ടുന്നുണ്ട്. ആ ലാഭത്തിൽ നിന്ന് ഓരോ റാങ്കിലേക്കും കമ്പനി ഒരു നിശ്ചിത എമൗണ്ട് മാറ്റിവെക്കും. ആ എമൗണ്ടാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി പ്രിവിലേജ് മെമ്പേഴ്സ്. നിങ്ങൾക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾക്ക് പ്രിവിലേജ് മെമ്പറായി നിങ്ങൾക്ക് മാറാം. വെറും 30 പേർക്ക് മാത്രമേ നമുക്കുള്ളൂ. വെറും 11 പേര് മാത്രമേ ഇന്ന് കമ്പനിയിലായിട്ടുള്ളൂ. ബാക്കിയുള്ളവർ നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല. ഓക്കെ, 11 പേരെ മാത്രമേ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. 30 പേർക്ക് സീറ്റുണ്ട്. അതിൽ 20 മെമ്പേഴ്സിനെ ഒരു സ്പെഷ്യൽ റോയൽറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നിങ്ങൾ ആരാണോ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അവരോട് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. 10 മെമ്പേഴ്സിനെ അവരെ പെർഫോമൻസ് വൈസ് ആയിട്ട് നമ്മൾ എടുക്കും. ഇവർക്ക് TA DA ഒക്കെ കൊടുക്കും. കൂടാതെ 0.1% ഇൻസെൻറ്റീവുമായിട്ട് നമുക്കുണ്ടാവും. വീണ്ടും ആ 30 പേരിൽ നിന്ന് 20 പേരെ നമ്മൾ സ്ക്രീൻ ചെയ്തെടുക്കും. ബോർഡ് മെമ്പേഴ്സ് സെപ്പറേറ്റ് റാങ്കിലേക്ക് വരും. 10 മെമ്പേഴ്സിനെ പ്രിവിലേജ് മെമ്പേഴ്സിൽ നിന്നും 5 10 പേരെ അവരുടെ പെർഫോമൻസ് വൈസ് മാനേജ്മെന്റ് വൈസ് നിന്നൊക്കെ വരും. TA DAയും 0.2% ഇൻസെൻറ്റീവ് ഒക്കെ ഉണ്ടാവും. വീണ്ടും എക്സിക്യൂട്ടീവ്, കമ്പനിയിലെ ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് വരുന്ന മെമ്പേഴ്സാണ് എക്സിക്യൂട്ടീവ്. 10 മെമ്പേഴ്സ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇവരായിരിക്കും ഈ കമ്പനിയെ റൺ ചെയ്യുന്നതും ഈ കമ്പനിയുടെ പ്രൊമോഷൻസ് ചെയ്യുന്നതും ഈ കമ്പനിയുടെ ട്രെയിനിങ്ങുകൾ നടത്തുന്നതും. ഇങ്ങനെയുള്ളതെല്ലാം ഒരാളും ഇതുവരെ ഈ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല. നിങ്ങൾക്കുമാകാം. ആ ഒരു എക്സിക്യൂട്ടീവായി നിങ്ങൾക്ക് വേണമെങ്കിലും ആകാം. ആരെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ ചോദിക്കുന്നില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മൾ ചോദിക്കുന്നില്ല. നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്നില്ല. നിങ്ങളുടെ ജാതിയോ നിങ്ങളുടെ കളറോ ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾക്കും ഒരു എക്സിക്യൂട്ടീവായി മാറിക്കഴിഞ്ഞാൽ സ്വപ്ന തുല്യമായ ഒരു ഇൻകം ആയിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഓക്കെ, വീണ്ടും നമ്മൾ ഈ ഇൻകം എല്ലാം ജനറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളിലൂടെയും കൂടിയാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പ്രോജക്റ്റ് വി ഹോളിഡേയ്സ് എന്ന പ്രോജക്റ്റ് വളരെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോജക്റ്റായ മൈ വി സ്റ്റോർ എന്ന ആപ്ലിക്കേഷനോട് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ ഓൺ ഗോയിങ് പ്രോജക്റ്റാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയമുള്ള ഏതെങ്കിലും ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ ആ ഷോപ്പിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാം. വളരെ സിമ്പിളാണ്. മൈ വി സ്റ്റോറിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? നിങ്ങളുടെ നാട്ടിൻപുറത്തോ നിങ്ങൾ ടൗണിൽ എവിടെയുള്ളവരായിക്കോട്ടെ, ഇന്ത്യയിൽ എവിടെയുമുള്ള ആളുകളായിക്കോട്ടെ, ഇന്ത്യയിൽ എവിടെ വേണേലും നമുക്ക് ചെയ്യാം. നിങ്ങൾ ഡൽഹി താമസിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ ബോംബെയിലുള്ളവരായിക്കോട്ടെ, നിങ്ങൾ പഞ്ചാബിൽ എവിടെയുള്ളവരായിക്കോട്ടെ, നിങ്ങളുടെ അടുത്ത് ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ അത് പലചരക്ക് കടയാകാം, പച്ചക്കറി കടയാകാം, ഞാൻ പറഞ്ഞില്ല മീറ്റ് ഷോപ്പ് ആകാം, ഹോട്ടലാകാം, ബേക്കറി ആകാം, ബ്യൂട്ടി പാർലർ ആകാം, ബാർബർ ഷോപ്പ് ആകാം, എന്തുമാകാം. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ പറയുന്നത്? ഉണ്ടോ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി മറ്റേ പണ്ട് പറഞ്ഞില്ലേ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് വരുന്ന പോലെ, അപ്പോൾ നിങ്ങൾ പൈസ കൊടുക്കും അല്ലേ? ആ പൈസ കൊടുത്തു കഴിയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു ലാഭം വീണ്ടും കമ്പനി തിരിച്ചു തരുക. എങ്ങനെയുണ്ട് പരിപാടി? സെൽഫ് പർച്ചേസ് ഇൻകം എന്ന രീതിയിൽ. വീണ്ടും നിങ്ങളുടെ ടീമിലുള്ള ആരെങ്കിലുമൊക്കെ അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്കൊരു വരുമാനം കിട്ടും. മനസ്സിലായോ? നിങ്ങളുടെ ടീമിലുള്ള ആരെങ്കിലും നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് തൈര് വാങ്ങിക്കാം ഇല്ലേ, ബ്രെഡ് വാങ്ങിക്കാം, റസ്ക് വാങ്ങിക്കാം ഇല്ലേ, ഓട്സ് വാങ്ങിക്കാം. ഇതൊക്കെ ഒരു ബേക്കറിയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുന്നത് കരുതിക്കൂ. പാല് വാങ്ങിക്കാം. അങ്ങനെ വാങ്ങിക്കുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യും. മനസ്സിലായോ? ഇതിനൊത്തിരി തലപോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവിടെ നിന്ന് ബില്ല് തരും. ആ ബില്ല് കമ്പനിയിലേക്ക് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ലാഭവിഹിതം കമ്പനി നിങ്ങൾക്ക് തരും. വളരെ സിമ്പിളാണ്. ഇത്രേ ഉള്ളൂ. ഒത്തിരി തലപോക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഒരാളെയും ക്യാൻവാസ് ചെയ്യേണ്ട. അവിടെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൻ പുറത്തൊന്നും പോകണ്ട. നിങ്ങളുടെ നാട്ടിൻ പുറത്തെ ഒരു ഷോപ്പ് വി സ്റ്റോറുമായിട്ട് അവരോട് പറഞ്ഞ് ലിങ്ക് ചെയ്യുക. 1 രൂപ പോലും ആ കടക്കാരൻ ഒരാൾക്കും കൊടുക്കണ്ട. ഇവിടെ ഒരു ഫീസും ഇല്ല. അവരുടെ അടുത്ത് വരുന്ന ആളുകൾ, വിശ്വസ്തയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രം അവർ ഇൻകം കൊടുത്താൽ മതി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ കടക്കാരന് 1 രൂപ പോലും ഫീസില്ല, നിങ്ങൾക്ക് 1 രൂപ പോലും ഫീസില്ല. നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ മാത്രം. ഒരു പ്രത്യേകത കൂടെയുണ്ട്, ടാർജറ്റ് എന്ന പരിപാടി ഇല്ല. പണ്ടൊക്കെ ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ കടയിൽ പോകുമ്പോൾ 50 ചായപ്പൊടി, 250 പഞ്ചസാര അങ്ങനെയൊക്കെ മേടിച്ച ആൾക്കാരാണ്. ഉണ്ടോ? ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്, എൻ്റെ പ്രായമുള്ളവരൊക്കെ ഇല്ലേ.
എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പാക്കറ്റുകൾ നമ്മൾ എടുത്തിടുകയാണ്, കിലോ കണക്കിന് സാധനങ്ങൾ എടുത്തിടുകയാണ്, അല്ലേ? അപ്പോൾ മറ്റ് പലരും വെക്കുന്ന പോലെ ഇവിടെ ടാർജറ്റ് ഒന്നുമില്ല. നിങ്ങൾ ഒരാഴ്ചയിൽ അല്ലെ ഒരു മാസം 2500 പ്രോഡക്റ്റ് വാങ്ങിച്ചിരിക്കണം, ഒന്നുമില്ല. നിങ്ങൾക്ക് പഴയ 50 ഗ്രാം ചായപ്പൊടിയിലേക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാം എന്ന് പറഞ്ഞതാണ് ടാർജറ്റ് എന്ന് പറഞ്ഞ സംഭവമില്ല. നിങ്ങൾ 1 കിലോ പഞ്ചസാര എടുക്കുന്നുള്ളൂ, മതി, ഫൈൻ. 1 കിലോ ആട്ടയെ നിങ്ങൾ എടുക്കുന്നുള്ളൂ, ഓക്കെ. 1/2 കിലോ എണ്ണ നിങ്ങൾക്ക് മതി. നിങ്ങൾ എന്താണോ വാങ്ങിക്കുന്നത് അത് മതി. ഒരു കവർ പാല് നിങ്ങളൊരു ബേക്കറിയിൽ പോയി വാങ്ങിക്കുന്നു, അല്ലേ? എത്രയാണ്? 28 രൂപ, 26 രൂപ, 25 രൂപ, ഡിപ്പെൻസ്. അത് വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് കമ്പനിക്ക് ഒരു ലാഭം ഇത് കിട്ടും, അതിൻ്റെ കാശ് കമ്പനി നിങ്ങൾക്ക് തരും. മനസ്സിലായോ? കൂടാതെ നിങ്ങളെ ആരാണോ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നത് അവർക്ക് കിട്ടും. ഇനി നിങ്ങൾ ആരെങ്കിലും ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇനി ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങളുടെ നാട്ടിൻ പുറത്ത്, ടൗണിലായിക്കോട്ടെ, എവിടെയും ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യത്തിലേ ഉള്ളൂ. നിങ്ങൾ അവിടെ ചെന്ന ഷോപ്പുകാരനോട് വെറുതെ മൈ വി സ്റ്റോർ എന്നൊരു സംഭവമുണ്ട്, അടിപൊളി പരിപാടിയാണ്. അപ്പോഴേ കടക്കാരൻ ചോദിക്കും, കേട്ടിട്ടുണ്ട്, കാരണം ഇതുപോലെ ഒത്തിരി പരിപാടികൾ അവരെടുത്ത് വന്നിട്ടുണ്ട്. പുള്ളി ചോദിക്കും, ഞാൻ എത്രയാ തരേണ്ടത്? അപ്പം അവരോട് പറയുക, നിങ്ങൾ 1 രൂപ പോലും സ്പെൻഡ് ചെയ്യണ്ട. അപ്പോൾ പുള്ളി പറയും, എന്നാൽ കുഴപ്പമില്ല, ഇരിക്കൂ, കസേര വലിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞോളാൻ പറയും. അപ്പോൾ അവരോട് പറയുക, മൈ വി സ്റ്റോർ എന്നൊരു സംഭവമുണ്ട്, മൈ വി സ്റ്റോറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്നാൽ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ കടക്കാരൻ ചോദിക്കും, എനിക്കെന്താ പ്രത്യേകത? അപ്പോൾ പറയും, പത്താഴത്തിൽ നെല്ലുണ്ടെങ്കിൽ അങ്ങ് എലി അങ്ങ് മൂന്നാറിൽ നിന്ന് വരും എന്ന് പറഞ്ഞ പോലെ, നിങ്ങളോട് ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ അടുത്ത പഞ്ചായത്തിലുള്ള ആളുകൾ മുഴുവൻ ഇവിടെ വരും. നിങ്ങളുടെ കടയിൽ ഇന്ന് 500 പേരാ വരുന്നെങ്കിൽ നാളെ നിങ്ങളുടെ കടയിൽ ഒരുപക്ഷെ 550 ആകും, അത് 600 ആകും, അത് 700 ആകും. മനസ്സിലായോ? അപ്പോൾ കടക്കാരൻ്റെ കാര്യം മനസ്സിലാകും, കാരണം നമ്മളെ പോലെയുള്ള അവന് കച്ചവടം അറിയാം. അവൻ പറയും, ഞാൻ വേറെ ഒന്നും ചെയ്യണ്ടല്ലോ, വേറെ ഒന്നും ചെയ്യണ്ട, കമ്പനിയുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ട്, അത് സൈൻ ചെയ്യണം കേട്ടോ, അത് വലിയ പ്രശ്നമൊന്നുമില്ല. അവർ വായിച്ചു നോക്കിയ ശേഷം മാത്രം ചെയ്താൽ മതി. 1 രൂപ പോലും മുടക്കാതെ കൈ നിറയെ കസ്റ്റമേഴ്സിനെ കിട്ടുന്ന ഒരു വലിയൊരു സിസ്റ്റമാണ് നമ്മളുടെ മുൻപിലേക്ക് വെച്ചേക്കുന്നത്. ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇതും ആയിട്ട് ലിങ്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആരാണ് ബിസിനസ് കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, അവർ ചെയ്തു തരും. ഇനി നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ അടുത്തുള്ള ആരോടെങ്കിലുമൊക്കെ നിങ്ങൾ പൈസ ഉണ്ടാക്കണമെങ്കിലും കേട്ടോ, അല്ലേ വേണ്ട, നിങ്ങൾ മിണ്ടാതെ തന്നെ അവിടെ പോയി സാധനങ്ങൾ വാങ്ങിച്ച് മിണ്ടാതെ വീട്ടിൽ പോയിരുന്നാൽ മതി, ഇല്ലേ? ചില ആൾക്കാരല്ലേ തൊട്ടടുത്തുള്ള ഒരു അറിയ പോലും ഇല്ല നമ്മൾ വീട്ടിലെത്തിയെന്ന്. ഇനി നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള കുറേ ആളുകളുടെ ഈ കടയിൽ ഇങ്ങനെ പരിപാടി ഉണ്ട് കേട്ടോ, അവിടെ ഇങ്ങനെ നമ്മൾ ചെന്നാൽ നമുക്ക് അവിടുത്തെ ഒരു ഇൻകം നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. കൂടാതെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യം ഇവിടെ ഉണ്ട്, ഞാൻ അവസാനം പറയാൻ വേണ്ടി വെച്ചിരിക്കുമായിരുന്നു. നിങ്ങൾ 1000 രൂപയുടെ പ്രൊഡക്റ്റാണ് ഇന്നലെ വരെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് എന്ന് കരുതുക. ഇന്ന് ആ കടയിൽ നിന്ന് മൈ സ്റ്റോറിൻ്റെ കടയായി ഇത് മാറി. അപ്പോൾ ഇന്ന് അവിടെ ചെല്ലുമ്പോൾ മൈ വി സ്റ്റോറിലൂടെ നിങ്ങൾ ഈ 1000 രൂപ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ അവിടെ 980 രൂപ കൊടുത്താൽ മതി. 20 രൂപ നിങ്ങൾക്ക് അവിടെ ലാഭം കിട്ടി. കാരണം അവരും നിങ്ങളും മൈ വി സ്റ്റോറിൽ ഫ്രീ ആയിട്ടൊരു ഐഡിയ അടിച്ച് വന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്കൊരു ക്യാഷ് ബാക്ക് കിട്ടും എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടെല്ലാം നിങ്ങളിത് പറയുക. ഈ കടയിൽ നിങ്ങൾ പോയാൽ അപ്പോൾ അവർ ചോദിക്കും, ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ വേറെ സിമ്പിളാണ്, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു ഫ്രീ ഐഡിയ അടിച്ചാൽ മാത്രം മതി, 1 രൂപ പോലും കൊടുക്കണ്ട. അങ്ങനെ ഒരു 100 പേര് വേണ്ട, ഒരു 50 പേര് നിങ്ങളുടെ കെയർ ഓഫിൽ ആ കടയിൽ പോയിരുന്നാൽ മതി. ആ കടയിൽ നിന്ന് ഫ്രീ ഐഡിയ അടിച്ച് അവർ മൈ വി സ്റ്റോറിൻ്റെ ഭാഗമായി എന്ന് കരുതട്ടെ. ഈ 50 പേരും നിങ്ങളുടെ കെയർ ഓഫിലാണ് വന്നെങ്കിൽ ഈ 50 ബില്ലുകളും അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു 10%, ഒരു 15%, ഒരു 20% ഒക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സാധ്യത ഞാൻ പറഞ്ഞത് കാരണം പണിയെടുക്കണം, അല്ലാണ്ട് പറ്റൂല. ഓക്കെ, അപ്പോൾ ആളുകളോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ മുൻപിലുള്ളൊരു മാർഗം. 1 രൂപ പോലും അവർ മുടക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, എല്ലാ ദിവസവും ആ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ, ഇന്നലെ വരെ വാങ്ങിച്ച കടയിൽ നിന്നും ഇന്ന് ക്യാഷ് ബാക്ക് കിട്ടും അല്ലെങ്കിൽ വിലക്കുറവ് കിട്ടും എന്ന് പറയുമ്പോൾ തീർച്ചയായും അവർ നിങ്ങളുടെ മുൻപിലേക്ക് വരും. മനസ്സിലാകുന്നുണ്ടോ? ഇനി വളരെ പെട്ടെന്ന് തന്നെ മൈ വി സ്റ്റോറിൻ്റെ ഓൺലൈൻ സെഷനോട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തും നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. നിങ്ങൾക്ക് ഒരു അച്ചാർ ഓർഡർ ചെയ്യണം, മൈ വി സ്റ്റോറിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നിങ്ങൾക്ക് ഒരു നല്ല ഗിഫ്റ്റ് നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ കൊടുക്കണം, ഒരു കുർത്തി നിങ്ങൾക്ക് വേണം, ഒരു ഷർട്ട് വേണം, നിങ്ങൾക്കൊരു മുണ്ട് വേണം, ഒരു ടീഷർട്ട് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർണമെൻറ്റ്സ് വേണം, നിങ്ങളുടെ തലയിലിടുന്ന കളർ നിങ്ങൾക്ക് വേണം, സാനിറ്ററി നാപ്കിൻ നിങ്ങൾക്ക് വേണം, എന്തുമായിക്കൊള്ളട്ടെ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും മൈ വി സ്റ്റോറിലൂടെ നിങ്ങൾക്ക് വരികയാണ്.
അപ്പം നല്ല മാർജിനിലൂടെയും ആരെല്ലാമാണോ വാങ്ങിക്കുന്നത് അവർക്കെല്ലാം ഇൻകം കൊണ്ടുവരുന്നൊരു സിസ്റ്റം. ഇനി ഒരു കാര്യം ഇവിടെ ഉണ്ട്. നിങ്ങൾ ഈ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഈ ഒരു സിസ്റ്റത്തിലൂടെ അറ്റാച്ച് ചെയ്യുന്നു കരുതിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു നല്ല ഷോപ്പുണ്ട്, കേട്ടോണേ, ശ്രദ്ധിച്ച് കേട്ടോണേ. നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഒരു നല്ല ഷോപ്പുണ്ട്. ആ ഷോപ്പ് മൈ വി സ്റ്റോറുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ മൈ വി സ്റ്റോറിലൂടെ അവരുടെ ഷോപ്പിൽ നിന്നും എത്ര പ്രൊഡക്റ്റ് പോകുന്നോ അതിന് കമ്പനിക്ക് എടുത്ത ലാഭത്തിന്റെ 10% നിങ്ങൾക്ക് കിട്ടും. അതിന്റെ പേരാണ് ഫ്രാഞ്ചൈസി. ഇത് ഓൺലൈനിലും ഉണ്ട്, ഓഫ്ലൈനിലും ഉണ്ട്. അപ്പോൾ മറ്റുള്ളവര് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നൊരു സിസ്റ്റം. മനസ്സിലായോ? ഇതാണ് ഊബറും അല്ലെങ്കിൽ സൊമാറ്റോയും ഒക്കെ ചെയ്ത് വിജയിപ്പിച്ച ഒരു സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഒരു വണ്ടി പോലും ഇല്ലാതെ ഊബർ എന്ന് പറഞ്ഞ സിസ്റ്റം ഇത്രമാത്രം വർക്കൗട്ട് ആയെങ്കിൽ, ഒരു ഹോട്ടൽ പോലും ഇല്ലാതെ സൊമാറ്റോയും സ്വിഗ്ഗിയും ഒക്കെ ഇതുപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലും മനോഹരമായ രീതിയിൽ നിരവധി ആളുകൾക്ക്, അതിന്റെ ഓണറിന് മാത്രമേ അവിടെ പൈസ കിട്ടുന്നുള്ളൂ അല്ലെ. എന്നാൽ ഇവിടെ ആരെല്ലാം ജോയിൻ ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം കൈ നിറയെ വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റത്തെയാണ് പ്രോജക്റ്റുകളിലൂടെ നമ്മൾ നിങ്ങളുടെ മുൻപോട്ട് വെക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഇതും കൊണ്ടും കഴിഞ്ഞിട്ടില്ല, ഇനിയും നമ്മുടെ പ്രോജക്റ്റ് വരുന്നുണ്ട്. അടുത്ത പ്രോജക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഏകദേശം 27ഓളം പ്രോജക്റ്റുകൾ നമ്മൾ ഇങ്ങനെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം, നിങ്ങളെ ആരാണോ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്, അവരോട് പറയുക, യെസ്, എനിക്ക് ഇതിനെപ്പറ്റിയുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയണം, നമുക്കൊന്നിരുന്ന് സംസാരിക്കാം എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവർ നിങ്ങളുടെ കൂടെ ഇരിക്കും. അവർ നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പോൾ വളരെ നല്ലൊരു സിസ്റ്റം, കേട്ട് ശീലിച്ച ആ ഒരു സിസ്റ്റം അല്ലാതെ നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിസ്റ്റമാണ്. നമ്മൾ ഇതൊന്നും അല്ല, ഇനിയും വരുന്നു കേട്ടോ. ഇനിയും കുറേയേറെ കാര്യങ്ങൾ വരുന്നു. നമ്മൾ അടുത്ത മീറ്റിങ്ങുകളിലൊക്കെ കുറേയേറെ അപ്ഡേഷൻസോട് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ ലൈഫിനെ ടോട്ടലി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളൊരു ജോലിയുള്ള ഒരാളായിക്കോട്ടെ, നോ പ്രോബ്ലം, നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാം. ജോലിയുള്ള ആൾക്ക് കടയിൽ പോയി സാധനം മേടിക്കുന്നൊന്നുമില്ലല്ലോ അല്ലേ. ഞാൻ ഒരു ഡോക്ടറാണ്, ഞാൻ കടയിൽ എങ്ങനെ പോയി സാധനം മേടിക്കുന്നത്? നിങ്ങൾ സെർവന്റിനെ പറഞ്ഞു വിട്ടാൽ മതി, അവിടെ നിന്നും ക്യാഷ് ബാക്ക് കിട്ടും. നിങ്ങളൊരു ടീച്ചറാണ്, തിരിച്ചു വരുന്ന വഴി നിങ്ങളെ കടയിൽ പോയി ഇന്നലെ നിങ്ങൾ സാധനം വാങ്ങിച്ചില്ലേ അല്ലേ, നാളെ നിങ്ങൾ അതിനെ വാങ്ങിച്ചാൽ മതി. മനസ്സിലായോ? അവിടെ നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നൊരു സിസ്റ്റം, ഇതാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പം ഇതിനു വേണ്ടി നമ്മളെല്ലാം ഡെഡിക്കേറ്റഡ് ആയി 24/7 എന്ന രീതിയിൽ ഒരു ടീം നിങ്ങളുടെ കൂടെയുണ്ട്. കാരണം നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ നമുക്ക് പൈസ കിട്ടും, നമുക്ക് പൈസ കിട്ടുമ്പോൾ നിങ്ങൾക്കും കിട്ടും. വളരെ സിമ്പിൾ. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം ഇതാണ് നിങ്ങളെ ഈ ഒരു മീറ്റിങ്ങിലേക്ക് ആരാണോ കൊണ്ടുവന്നേ അവർ പറയാനിരുന്ന കാര്യങ്ങളാണ് ഒരു സിസ്റ്റമാറ്റിക് രീതിയിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ അവരോട് ചോദിക്കാം. അവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല, എങ്കിലും നിങ്ങൾക്ക് ഏറ്റവും അടുത്ത പരിചയമുള്ള ഒരാളാകുമ്പം അവർ പറയുന്നേക്കാൾ കൂടുതലും മറ്റൊരാൾ പറയുന്നതല്ലേ നല്ലത് അല്ല. നമുക്ക് ഏറ്റവും ക്ലോസ് നീ പറഞ്ഞ എത്ര പറയുള്ളൂ എന്ന് എനിക്കറിയാം എന്ന് പറയുന്നതല്ലേ എന്ന് പറഞ്ഞ പോലെ, അതുകൊണ്ടാണ് അവരെ ഈ മീറ്റിങ്ങിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തത്. അവരുടെ കൂടെ ഇരിക്കുക, അവർ നിങ്ങളോട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും, വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ അതെല്ലാം ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റാം. അങ്ങനെ എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സാറേ, താങ്ക് യു. അപ്പോൾ എല്ലാവരും സന്തോഷമായില്ലേ? ഇത്രയും മനോഹരമായ ഒരു കാര്യം വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഷിബു സാറ് നമ്മളോട് പറഞ്ഞു. അതിൻ്റെ ഗുണവശങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി. ഇനിയും നമുക്ക് ഒരുമിച്ച് ഇതിൽ അസോസിയേറ്റ് ചെയ്തിട്ട് കൂടുതൽ മികവുകൾ നേടാം. അതിന് എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഈ മീറ്റിംഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ.